കിരൺ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ദുർഗ ഒരു വല്യമ്മയാവാൻ പോവാ. പൃഥ്വി അശ്വതി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി. നമ്മൾ കരുതിയതുപോലെ തന്നെ അശ്വ പ്രഗ്നന്റാ. അല്ല, നിങ്ങൾക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത പോലെ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ഞങ്ങൾക്ക് സന്തോഷ. പെട്ടെന്ന് കേട്ടപ്പോ വിശ്വസിക്കാൻ പറ്റിയില്ല, അല്ലേ കിരൺ? അതെ. എങ്കി വിശ്വസിച്ചോ, അശ്വ പ്രഗ്നന്റാ. കുറച്ചു മാസങ്ങൾ കഴിയുമ്പോ ഒരു കൊച്ചക്ഷിതയോ ഒരു കൊച്ചു പൃഥ്വിയോ നമുക്ക് കിട്ടും. സത്യം പറയാലോ, അശ്വതിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ മനസ്സിനൊരു വിങ്ങല് പോലെ. എന്റെ മനസ്സിലിപ്പോഴും അവളുടെ ആ കുഞ്ഞു മുഖമുണ്ട്. ആ അഷി ഉടനെ ഒരു അമ്മയാകുന്നു എന്ന് പറയുമ്പോ മനസ്സിന് സങ്കടാണോ സന്തോഷാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. ഇതേ അവസ്ഥയാ പൃഥ്വിയുടെ കാര്യത്തിൽ എനിക്കും. ഒരു അനുജൻ എന്നതിനേക്കാൾ ഒരു മകന്റെ സ്ഥാനമാ പൃഥ്വിക്ക് എന്റെ മനസ്സിൽ. എനിക്കങ്ങനെ ഓർക്കാനും എന്നെക്കുറിച്ച് ഓർക്കാനും ആരുമില്ല. അതൊക്കെ പോട്ടെ. അഷിക്കും പൃഥ്വിക്കും ഉടനെ ഒരു കുഞ്ഞ് ജനിക്കും. അവരെക്കാ മുതിർന്നവരാ നിങ്ങള്. നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ടേ? ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ചേച്ചി ഞങ്ങള്. അതെ ചേച്ചി, കിരണിന്റെ കാര്യത്തില് ഒരു തീരുമാനമാകാതെ ഞങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിങ്ങളുടേതായ ഒരു ജീവിതം തുടങ്ങുന്നതിന് ഇതൊന്നും ഒരു തടസ്സമേ അല്ല. തടസ്സമാണ് ചേച്ചി. ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛനില്ലാത്തതിന്റെ പേരില് എനിക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി എന്റെ കുഞ്ഞിന്റെ മുന്നിൽ കൂടി അങ്ങനെ നിൽക്കാൻ എനിക്കാവില്ല. കിരണിനെ എല്ലാരും അംഗീകരിച്ച ശേഷം ആ സന്തോഷത്തിലേക്ക് മതി ഞങ്ങളുടെ കുഞ്ഞെന്നത് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. അതിന് ഞങ്ങളെ സഹായിക്കേണ്ടത് ആരാണെന്ന് ചേച്ചിക്ക് അറിയാലോ. ചില കാര്യങ്ങളുടെ സത്യം നേരിട്ടറിയാമെങ്കിലും നമ്മളെ നിസ്സഹായരായി നിൽക്കേണ്ടി വരും. അതുപോലെ ഒരവസ്ഥയിലായി ഇപ്പൊ ഞാൻ. സാരമില്ല.